ഹായ് വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ബ്രഷ് ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. ഒരു മഷ്റൂം ബ്രഷ് ഹോൾഡർ. പിൻട്രസ്റ്റിൽ കണ്ട് ഇഷ്ടമായപ്പോൾ മുതൽ ഉണ്ടാക്കണമെന്ന് കരുതിയതാണ്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആക്രിലിക് ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അത് തമ്മിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും ഡ്രൈ ആകുമ്പോൾ. ഇനി ബ്രഷ് ഇട്ട് വെക്കാനുള്ള ഹോൾ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒരു സ്ട്രോ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഹോൾ ഇട്ടത്. ആ മഷ്റൂമിൻ്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ജാറിൻ്റെ ഒരു ഗ്ലാസ് ജാർ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണത് വെച്ച് ഷേപ്പ് ചെയ്യാൻ വെച്ചത്. മഷ്റൂം വയ്ക്കാനുള്ളത് ഉണ്ടാക്കിയത് ഞാനൊരു ഐസ്ക്രീം, എൻ്റെ കയ്യിൽ ക്ലേ കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീം ടിന്നിൻ്റെ അടപ്പെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്ലേ ഇടുവാണ്. അല്ലെങ്കിൽ ഒരുപാട് ക്ലേ വേണ്ടി വരുമായിരുന്നു, അതിൽ അത്രയും ക്ലേ ഇല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ച് റൗണ്ടിൽ. പിന്നെ അതിൻ്റെ ആ ദണ്ടുണ്ടാക്കണം, അതിന് ഒരു പരുക്കനിട്ട് കൊടുത്തു. അങ്ങനെ പരുക്കനിട്ട് കൊടുക്കാമെങ്കിൽ ആ ക്ലേ തമ്മിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും. പിന്നെ ആ മഷ്റൂമിൻ്റെ താഴെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഡോറ് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെടികൾ, 2-3 പൂക്കൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ആ മഷ്റൂമിൻ്റെ ദണ്ടിലേക്ക് ഡോറ്, പിന്നെ ചെടികൾ അപ്പോൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു, പിന്നെ പൂക്കൾ താഴെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മഷ്റൂമിൻ്റെ മുകളിലത്തെ ആ സംഭവം ഉണ്ടാക്കിയില്ലായിരുന്നു, അതിന് വെച്ച് കൊടുക്കണം. അതും ഇതുപോലെ പരുക്കനിടുക. പരുക്കനിട്ടിട്ട് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കും. എന്നിട്ട് ഞാനതൊരു ദിവസം ഡ്രൈ ആവാൻ വെച്ചായിരുന്നു, ഒരു നൈറ്റ് ഫുൾ അത് ഡ്രൈ ആവാൻ വെച്ചായിരുന്നു. എന്നിട്ട് പെയിൻറ് ചെയ്തത്. പിന്നെ വൈറ്റ് പെയിൻറ് ബേസ് അടിച്ചു കൊടുത്തു. ഫുള്ള് ബേസ് അടിച്ച് കൊടുത്തിട്ടാണ് പിന്നെ അതിൽ കളർ ചെയ്തത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും.
പിൻട്രസ്റ്റ് കണ്ട് ചെയ്യണമെന്ന് തോന്നിയിരുന്നെങ്കിലും ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പാടായിട്ട് തോന്നി. പിന്നെ അത് പെയിൻറ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആയപ്പോൾ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഫൈനൽ ലുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ക്ലേ കൊണ്ടുള്ള ബ്രഷ് ഹോൾഡർ, ഈ മഷ്റൂം ഹോൾഡർ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള ഒരുപാട് ക്ലേ വർക്കും ആർട്ട് വർക്ക്, ക്രാഫ്റ്റ് വർക്ക് എല്ലാം ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം പ്ലീസ്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.